മലനിരകളിൽ വളരുന്ന മരങ്ങളിൽ കില്ലാടി എന്നറിയപ്പെടുന്ന ഒരു മരം അതേതാണെന്നറിയാമോ? അത് വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലും അതേപോലെ തമിഴ്നാട്ടിലും പശ്ചിമഘട്ടങ്ങളിലും നീലഗിരി കുന്നുകളിലുമൊക്കെ വളരുന്ന കാട്ടുപൂവരശ് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയുന്ന മരമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 0 ഡിഗ്രി വരെയുള്ള തണുപ്പ് കാലഘട്ടങ്ങളിൽ വളരുന്ന ഒരു മരമാണ്. ഇത് വളർന്നു വരുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് കെയർ ചെയ്ത് വളർത്തേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ മരം സാധാരണ നമ്മുടെ കുമ്മായം കലർന്ന മണ്ണുകളിലോ അങ്ങനെയുള്ള മണ്ണുകളിലൊന്നും ഇത് വളരില്ല. അമ്ല സ്വഭാവമുള്ള മണ്ണുകളിലാണ് ഇത് വളരുന്നത്. ഇത് വളർത്താനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇതിന് ആ ഒരു ക്ലൈമറ്റ്, കാരണം മലനിരകളിൽ വളരുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ്. അവിടെ വളരുന്ന ഒരു മരത്തെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം അതിന് എഫേർട്ട് എടുത്തിട്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിന്. കാരണം ഈ ഒരു മരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടുപൂവരശ് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയുന്ന മരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ഏപ്രിൽ മെയ് മാസ സമയത്ത് ഇതിൽ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഇതുപോലുള്ള ശിഖരങ്ങളിലായിരിക്കും പൂക്കൾ കൂട്ടത്തോടെ ഉണ്ടാകുന്ന ചുവപ്പ് കളറിലുള്ള പൂക്കളായിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് സിക്കിമിൻ്റെ സംസ്ഥാന വൃക്ഷമാണ്, നേപ്പാളിൻ്റെ ദേശീയ വൃക്ഷവുമാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം എങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കേണ്ടത്, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ രീതികൾ എങ്ങനെയാണ്, നമ്മളിവിടെ എങ്ങനെയാണ് വളർത്തിയെടുത്തത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മരത്തെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും.